ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാലും കരുണയാലും ഇത്രത്തോളം നമ്മളെ കൊണ്ടുപോകുന്ന ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. തുടർന്നും എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കാം എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ ആ കരുതൽ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ആ വാഗ്ദത്തെ നമുക്ക് ആശ്രയിക്കാം. നാം ചിന്തിച്ചു വരുന്ന സങ്കീർത്തനത്തിലും ഇതേ ചിന്തയാണ് നമ്മൾ കാണുന്നത്. ബാല്യത്തിലെ പ്രാർത്ഥന അവസാനം അത് ഓർമ്മിക്കുക, പക്ഷേ അത് ബാല്യത്തിലെ പ്രാർത്ഥനകളും ചേർത്താണ് അദ്ദേഹം ഓർമ്മയിൽ അത് കുറിച്ചു വയ്ക്കുന്നത്. 71 സങ്കീർത്തനം 8 വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. 9 വാക്യം തുടങ്ങുന്നത് തന്നെ വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ്. അനേകരും ഭീതിയോടെ നോക്കിക്കാണുന്നതാണ് വാർദ്ധക്യമെന്ന് പറയുന്നത്. കാരണം ജരാനരകളെല്ലാം ബാധിച്ച് ശരീരം ഒരു ക്ഷീണാവസ്ഥയിലേക്ക് മാറി, കാഴ്ചയും കേൾവിയും എല്ലാം അസ്തമിച്ച് അങ്ങനെ പതിയെ ഒരു വരൾച്ചയിലേക്ക് പോകുന്ന ഒരു അനുഭവമായിട്ട് വാർദ്ധക്യത്തെ ചിത്രീകരിക്കുമ്പോൾ, അതിലൊരു ഭക്തിയുള്ള ഒരു മനുഷ്യന്, ഭക്തനായൊരുവന്, ദൈവവചനം അറിയാവുന്ന ഒരു മനുഷ്യനറിയാം വാർദ്ധക്യകാലവും പുഷ്ടിയുള്ളതാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന്. അത് 92 സങ്കീർത്തനം നമ്മൾ കാണുന്നുണ്ട്. വാർദ്ധക്യകാലത്തും അവർ പച്ച വെച്ചും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കുമെന്ന് ഒരു നീതിമാനെക്കുറിച്ച് പറയുന്നതാണ്. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കുമെന്ന്. അതുകൊണ്ട് അത് നഷ്ടത്തിൻ്റെ ജീവിതങ്ങളായിട്ടല്ല. ഒരു ലോകമനുഷ്യന് എങ്ങനെ തോന്നാം? വാർദ്ധക്യം എടുക്കും തോറും അവൻ നൈരാശ്യത്തിലും തളർച്ചയിലുമൊക്കെ മനസ്സ് മടുത്തു പോകുന്ന അനുഭവങ്ങളാണ് അനേക ജീവിതങ്ങൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥ ഒരു ഭക്തൻ അതിൻ്റെ ഭക്തിയുടെ അല്ലെങ്കിൽ ദൈവാശ്രയത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി അത് സന്തോഷ ആനന്ദ മനോഹരമാക്കി തീർക്കുന്ന ഒരു അനുഭവങ്ങൾ അനേക ജീവിതങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, വൃദ്ധനായ ശീമോൻ യേശുക്കുഞ്ഞിനെ കൈകളിലേന്തി വാഴ്ത്തി ദൈവത്തെ സ്തുതിക്കുക. ഇപ്പോൾ നാഥാ സമാധാനത്തോടെ അടിയനെ പറഞ്ഞയക്കണമേ, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാരക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് അവിടെ പറയുന്നത്. യേശുപ്പയ്യലിന് വേണ്ടി കാത്തിരിക്കുന്ന ശിമയോൻ അവിടെ യേശുക്കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ കണ്ടുകൊണ്ട് സന്തോഷിക്കുകയാണ്. ഇപ്പോൾ നാഥാ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ എന്ന്. അപ്പോൾ പ്രത്യാശയുടേതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. അത് അസ്തമിക്കുന്നതല്ല, അത് പുതിയൊരു ആരംഭത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തകൻ. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു, എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിക്കുവീൻ, വിടുവിക്കുവാൻ ആരുമില്ല എന്നവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ, എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. എൻ്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ, എനിക്ക് അനർത്ഥമന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഇവിടെ ഈ പുറമേയുള്ള ശത്രുക്കൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ പുറമേയുള്ള നമ്മുടെ ശാരീരികമായ പല ശത്രുതകളും നമ്മളിലേക്ക് വരും, അല്ലേ? തളർച്ചയും ജരാനരകളൊക്കെ ബാധിക്കുമ്പോൾ അനേകർക്ക് മുടി നരച്ചു എന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഡിപ്രഷനായി പോകുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് കഴിയുന്ന ദൈവഭക്തിയാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ് എല്ലാറ്റിനെയും. ചരിത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ എത്രയോ വ്യക്തി ജീവിതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് സോഡോൺ ബിഷപ്പായിരുന്ന ഒരു ഡെസ്ലി എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് വായിക്കാൻ സാധിക്കും. ജീവിത സായാഹ്നത്തിലും അദ്ദേഹം മാങ്സ് ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൽ ദത്തശ്രദ്ധനായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് മുദ്രണം ചെയ്യണമെന്നുള്ള അതൊരു പുതിയ ഭാഷ, വേറൊരു ഭാഷയിലേക്ക് ബൈബിള് തർജ്ജമ ചെയ്യുക. അപ്പോൾ അത് മരിക്കുന്നതിന് മുമ്പ് അത് പബ്ലിഷ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി കഠിനയത്നം ചെയ്തു. ആ വാർദ്ധക്യകാലത്തും എന്നിട്ട് അച്ചടിക്കാൻ കൊടുത്തു. അച്ചടിക്കുന്ന ഓരോ ഷീറ്റും അദ്ദേഹം തന്നെ, അപ്പോൾ ആ ബിഷപ്പ് തന്നെ പ്രൂഫ് നോക്കി തിരുത്തി കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ പ്രൂഫ് അവസാനത്തെ പുറവ് വന്നു ചേർന്നു. രോഗക്കിടക്കയിലായി അദ്ദേഹം, രോഗക്കിടക്കൽ കിടന്നുകൊണ്ട് അതിൻ്റെ പ്രൂഫ് നോക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഇനിയും നിൻ്റെ ദാസനെ സമാധാനത്തോടെ അയക്കണമേ എന്നാണ്. അടുത്ത ദിവസം അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്.
അപ്പോൾ അതാണ് പ്രത്യാശയുടെ, ഫുൾഫിൽ ചെയ്തിട്ട് തൻ്റെ വേലയെല്ലാം തികച്ച് ഇവിടുത്തെ മാറ്റപ്പെടുന്നത്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന് പ്രത്യാശ എല്ലാവർക്കും തന്നെ എന്ന് അവിടെ പറയുകയാണ് തീമോഥെയോസ് ലേഖനത്തിൽ. 2 തീമോഥെയോസ് അവസാന ഭാഗത്ത് പറയുന്നത് ഒരു അവസാനം എഴുതിയതായ ലേഖനമാണ് 2 തീമോഥെയോസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നല്ല പോർ പൊരുതി, ഒരു ഫൈറ്റിംഗ് ആണ്. ഒരു ജീവിതം എന്ന് പറയുന്നത് അത് പോരാട്ടമുള്ളത് തന്നെയാണ്. നമുക്കെതിരിടുന്ന പല ശത്രുക്കൾ. അപ്പോൾ നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ അത് ബലം ക്ഷയിക്കും. അതിനെയൊക്കെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ അത് ധാരാളമായതാണ്, മതിയായതാണ്. ദൈവം നമ്മെ ശക്തീകരിക്കും. അത് ഓരോ ജീവിതങ്ങളും നമ്മൾ കാണുമ്പോൾ അതാണ് സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയേണ്ടത്, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നതിൽ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നത് കൂടി ആലോചിക്കുന്നു. ശത്രു നമ്മൾ എതിർക്കും, എന്നാൽ ആ എതിർപ്പിന് നടുവേ നമ്മളെ സഹായിക്കുവാൻ ദൈവം കൂടെയുണ്ടെന്നുള്ളത്. അവിടെ ശത്രു പറയുക 11-ാമത്തെ വാക്യം, ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിക്കുവിൻ, വിടുവിക്കുവാൻ ആരുമില്ല എന്നവർ പറയുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ നടക്കാൻ പരിശീലിക്കുമ്പോൾ അതിനെ വിട്ടിട്ട് മാറി നിൽക്കും, പേരൻസ് വിട്ടിട്ട് മാറി നിൽക്കും. അപ്പോൾ കുഞ്ഞ് വിചാരിക്കും അത് വീഴാൻ പോകുമ്പോഴത്തേക്ക് കരങ്ങൾ വന്ന് പിടിക്കും. അതിന് നടക്കാൻ പ്രാപ്തിയാകുന്നത് വരെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് അദൃശ്യമായ കരങ്ങളാണ്. ആ കുഞ്ഞ് കാണുന്നില്ല, പക്ഷെ അതിൻ്റെ പിന്നിലുണ്ട് ആ കരങ്ങൾ, തനിയെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധികൾ നമ്മളെ തനിയെ വിടത്തില്ല. നമുക്ക് എപ്പോഴാണ് നമുക്കതിനെ ഉള്ള ബലം ക്ഷയിക്കുന്നത് ദൈവത്തിന് അറിയാം. അതാണ് ദാവീദ് പറയുന്നത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുന്നതെന്ന്. ലോകമൊക്കെ ഉപേക്ഷിച്ചെന്നിരിക്കും, ലോകം അടുത്തു വന്നിരിക്കും അല്ലേ. എന്തായാലും ഇന്ന് പല പേരുകളും പറഞ്ഞ് സീനിയർ സിറ്റിസന് പല പേരുകളും പറഞ്ഞ് ഇന്ന് കളിയാക്കുന്നുണ്ട്. ഞാൻ അതിന് ഫീസ് അടിച്ച് എന്തൊക്കെയോ പേരുകൾ ഇങ്ങനെ പറയും വാർത്തകൾ. പക്ഷെ ഇവർ അതിൽ കൂടെ കടന്നു പോകുമെന്നുള്ളൊരു ഇല്ലാതെയാണ് ഈ യുവത്വം ഈ വാർദ്ധക്യത്തെ പരിഹസിക്കുന്നത്. ഞങ്ങളും അതുവഴി കടന്നു പോകേണ്ടുന്ന പാതയാണ്. അപ്പം ഞാൻ ഇന്ന് വിതയ്ക്കുന്നത് കൊയ്യും, വിതയ്ക്കുന്നതല്ല ഇരട്ടിയാണ് കൊയ്യുന്നത് അല്ലേ. കുറച്ച് വിത്ത വിതയ്ക്കുന്നത്, പക്ഷേ അതിൻ്റെ ഇരട്ടിയാണ് കൊയ്യുന്നത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുമെന്ന് പറയും. അപ്പോൾ നമ്മൾ വാർദ്ധക്യത്തിൽ ഉള്ളവരോട് എങ്ങനെ വിതയ്ക്കുന്നോ അതിനനുസരിച്ച് നമുക്കും തിരിച്ചത് നമ്മൾ കൊയ്തേ പറ്റത്തുള്ളൂ. അപ്പം നല്ലത് വിതയ്ക്കാനായിട്ട് ഓരോ ജീവിതങ്ങൾക്ക് സാധിക്കണം. ഇന്നത്തെ യുവതലമുറയ്ക്ക് അത് സാധിക്കണമെന്നാണ്. പക്ഷെ ഇന്ന് എന്നാ പറയുക, വേസ്റ്റായിട്ട് കാണുന്നതാണ് വാർദ്ധക്യ ജീവിതങ്ങളെയൊക്കെ. വേസ്റ്റായിട്ട്, അത് ഭൂമിക്ക് ഭാരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നതല്ല. അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ സാന്നിധ്യവും എല്ലാം അനുഗ്രഹമാണ്. അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ഭാഗ്യമെന്ന് പറയുന്നത്. അതുപോലെ വാർദ്ധക്യത്തിലെത്തിയവരും ചിന്തിക്കണം, ഒരു ദൈവഭക്തരാണെങ്കിൽ അവർ എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. അവരൊരു ഇറിറ്റേറ്റഡ് മൈൻഡഡ് ആയിരിക്കത്തില്ല. അവർ ചുറ്റുമുള്ളവർക്കും അവർ അനുഗ്രഹമായിരിക്കും. കാരണം ദൈവത്തിൻ്റെ കൃപ അവരോടുകൂടെ ഉള്ളതുകൊണ്ട്. ഏറ്റവും മനോഹരമായിട്ട് പറയാനായിട്ട് പറ്റുന്നത്, ദൈവത്തോട് കൂടെയാണെങ്കിൽ എല്ലാം ശുഭകരമായി പര്യവസാനിക്കും. അത് മനോഹരമാണ്. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ജീവിതങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുക തന്നെ ചെയ്യും. ഈ ഒരു പാട്ടുണ്ട്, അതായത് എല്ലാവർക്കും അറിയാം, എന്നെ കൂടെ പാർക്കാൻ നേരം വൈകുന്ന ഇതാന്ന് പറയുന്നൊരു ഇംഗ്ലീഷിലെ ഒരു പാട്ട് തർജ്ജമ ചെയ്ത മലയാളത്തിലൊക്കെ ഉണ്ട്. വളരെ മനോഹരമാണ് പാട്ട്. അത് ഒരു ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന് അദ്ദേഹം എഴുതിയതാണ്. 25 വർഷത്തെ തൻ്റെ സഭാസേവനത്തിന് ശേഷം ക്ഷയരോഗബാധിതനായി പരീക്ഷിതനായി 1847, അപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ്, ഒരു നൂറ്റാണ്ടിനും അപ്പുറത്ത് ജീവിച്ച ഒരു വ്യക്തി. അദ്ദേഹം രചിച്ചതാണ് ഈ കൂടെ പാർക്കാൻ നേരം വൈകുന്ന ഒരു വിശ്വപ്രസിദ്ധമായൊരു ഗാനമായിട്ടത് മാറി. ഇന്നും അത് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടുക അനേകർ പാടുന്ന ഒരു പാട്ടാണ്. അതിന് സാഹചര്യം ഉണ്ടായത്, ഒരു സ്നേഹിതൻ, ലിഖണ്ടോ എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ രോഗബാധിതനായി കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയതാണ്. തിരിച്ചു വരാൻ നേരത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ ഹെൻറി ഫ്രാൻസിസിൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത്, വിട്ടു പോകരുത്, ഇന്ന് എന്നോടുകൂടെ പാർക്കണേ എന്ന് കേണപേക്ഷിച്ചെന്ന് പറയുന്നത്. ഇന്ന് എന്നെ കേട് പാർക്കണേ. ആ രംഗം ഇദ്ദേഹത്തിൻ്റെ ജീവിതം മറക്കാനാവാത്തവണ്ണം അത് ഒരു ഗാനത്തിൻ്റെ ഒരു അതിങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കുക, എൻ്റെ പോകരുതേ എന്ന്, എന്നോടുകൂടെ പാർക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ ചിന്തയിലും ഹൃദയത്തിലും ഇങ്ങനെ പതിച്ചു. പിന്നീട് അദ്ദേഹം ദേവാലയത്തിൽ ചെന്നിട്ട് ഒരു ദിവസം വായിക്കുമ്പോഴാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു എമ്മോസിൽ പോയ ശിഷ്യന്മാർ, അവർ പാർക്കുന്ന വീടിനടുത്തെത്തിയപ്പോൾ യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അപ്പോൾ അവർ പറയുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ,
ഞങ്ങളോടുകൂടെ വന്ന് പാർക്കണമേ എന്ന് അവർ വിളിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലാണ് ആ മനോഹരമായ വാക്യം നമ്മളിവിടെ കാണുന്നത്. അവിടെ പറയുകയാണ്, 28-ാമത്തെ വാക്യത്തിലാണ്, 24:28. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെയ്യുന്നു. അവരുമായി ഭക്ഷണം ധരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. ഉണ്ട് അവിടെ പറയുകയാണ്, ഇത് വാർദ്ധക്യത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് വന്നു. കർത്താവേ, ഞങ്ങളോടുകൂടെ പാർക്ക്, നേരം വൈകി അസ്തമിക്കാറായ ഒരു ജീവിതം. അപ്പോൾ യേശു അവരോട് കൂടെ പോവുകയാണ്. അപ്പം ഇദ്ദേഹം ഇത് വായിച്ചിട്ട് ഇദ്ദേഹം പിന്നെ ഒരു കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് വന്ന പാട്ടുകളാണ്, ഈ വരികളാണത്. കൂടെ പാർക്ക, നേരം വൈകുന്നതാ, കുരിരേളേറുന്നു പാർക്കദേവ, ആശ്രയം വേറില്ല, നേരം തന്നിൽ ആശ്രിത വത്സല, കൂടെ പാർക്ക. ആയുസാം ചെറുതീരം ഓടുന്നു, ഭൂസന്തോഷ മഹിമ മങ്ങുന്നു, ചുറ്റിലും കാണുന്നു മാറ്റം കേടും, മാറ്റമില്ല ദേവാ നീ കൂടെ പാർക്കുക എന്ന് പറയുന്നത് മനോഹരമാണ്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നമുക്ക് മനോഹരമാണ്. എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാൽ ദൈവം അതിന് ഉപേക്ഷിച്ച് പിന്തുടർന്ന് പിടിക്കുകയും വിടുവിക്കാൻ ആരുമില്ല എന്നവർ ദൈവമേ എന്നോടകന്നിരിക്കരുതേ. 12-ാമത്തെ വാക്യം, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. എൻ്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. എന്നിട്ട് അവിടെ പ്രത്യാശയുടെ വാക്കുകൾ പറയാം. 14-ാമത്തെ വാക്ക്, 14, 15, 16. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എൻ്റെ വായ് ഇടപെടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. അവിടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. അപ്പോൾ ക്ഷീണങ്ങളൊക്കെ മാറിപ്പോവുകയാണ്, അപ്പോൾ ശത്രുക്കളൊക്കെ മാറിപ്പോവുകയാണ്. മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും, വായി ഇടപെടാതെ നിന്നെ നീതിയെയും രക്ഷയും വർണ്ണിക്കും. ഈ ദൈവ കൃപ നിറഞ്ഞ് ആത്മാവ് നിറഞ്ഞ് നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് അത് വളരെ മനോഹരമാണ്, നമുക്ക് ആനന്ദമാണ്, നമുക്ക് ബലമാണ്. അതുപോലെ വചനം ധ്യാനിക്കുന്നത് എല്ലാം നമ്മുടെ അസ്ഥികളിൽ അടയ്ക്കപ്പെടുക. നമുക്ക് ആയുസ്സാണെന്ന് പറയും, അത് ദീർഘായുസ്സാണെന്ന് പറയും, അസ്ഥികൾക്ക് ബലമാണെന്ന് പറയും. മറ്റതോ അസൂയയും പാവങ്ങളും അതൊക്കെ അസ്ഥികൾക്ക് ദ്രവത്വമാണെന്ന് പറയും. അതുകൊണ്ട് നന്മകൾ കൊണ്ട്, നന്മയുടെ നാഥനെ കൊണ്ട് നമ്മൾ നിറയപ്പെടുക, ദൈവസ്തുതി കൊണ്ട് നമ്മൾ നിറയപ്പെടുക, എപ്പോഴും പ്രത്യാശിക്കുക. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ അവിടെ പറയുന്നത്, ഞാൻ യഹോവ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. മൈറ്റി, നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവത്തിൻ്റെ ബലയോടെ നിറയുക, ദൈവം വീര്യം പ്രവർത്തിക്കുമെന്ന് പറയപ്പെടുക. അതുകൊണ്ട് വാർദ്ധക്യം എന്ന് പറയുന്ന അനുഗ്രഹമാകുവാൻ നമ്മുടെ ശൈശവും യൗവനവും എല്ലാ ജീവിതങ്ങളും അതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് മാറട്ടെ. ദൈവത്തെ ബലം ക്ഷയിക്കുമ്പോൾ മാത്രമല്ല, ബലമുള്ളപ്പോഴും നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് 1-ാമത്തെ കൽപ്പന എന്ന് പറയുന്നത്. അവിടെ പറയാം പൂർണ്ണ ശക്തി എന്ന് പറയുന്നത്. അപ്പം നല്ല ശക്തിയുള്ളത് എപ്പോഴാണ്? യൗവനം എന്ന് പറയുന്നതാണ് ശക്തിയുടെ കാലമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശക്തിയും ബലവും എല്ലാം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുമ്പോൾ ദൈവപ്രസാദം നമ്മളിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതം ധന്യമായി തീരും. മാത്രമല്ല, നമ്മൾ അനേകർക്ക് അനുഗ്രഹമായി മാറും. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതം ഫലമുള്ളതായി വാർദ്ധക്യകാലത്തും പച്ചവെച്ചും പുഷ്ടിവെച്ചും ഇരിക്കത്തക്കവണ്ണം അനുഗ്രഹപ്രദമായി മാറും. ആ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് സമ്പൂർണ്ണമായി ആശ്രയിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ആ മനുഷ്യ ജീവിതങ്ങൾ നിന്നോട് കൂടെ ചേർന്നുള്ളതാ ജീവിതമാണ് ധന്യമ നിങ്ങൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ എല്ലാം വരണ്ടു പോകുന്ന, എല്ലാം നിരാശയിലേക്ക് മാറുന്ന ജീവിതങ്ങളാണെന്ന് കാണുന്നു. കാരണം പ്രത്യാശിക്കുവാൻ അവർക്കൊന്നുമില്ലാതെ പോകുന്നു. എന്നാൽ ഞങ്ങൾ നിന്നോട് ചേരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ഇഹത്തിലും പരത്തിലും പ്രത്യാശയുള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ ബലം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ബലഹീനതകൾ വ്യാപരിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാവുന്നു തിരുവൃത്തിങ്ങളെ പറയുമ്പോൾ ഞങ്ങളെ ശക്തനാക്കുന്ന മുഖാന്തരം അവിടെ നിന്നായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ ക്രൂശല സ്നേഹത്തിനായ സ്തുതി, ഞങ്ങൾക്ക് സ്വന്തം ജീവൻ ഞങ്ങൾ വീണ്ടെടുത്ത മഹാസ്നേഹത്തിനായ സ്തോത്രം. തിരുരക്തത്താൽ ഞങ്ങളെ പൊതിയണമേ, തിരുകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും ദിവ്യ സാന്നിധ്യവും എല്ലാം ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അനുഗ്രഹത്തിൻ്റെ പാന്താവുകളാക്കി മാറ്റുവാൻ അവിടുത്തെ കൃപയ്ക്കും അവിടുത്തെ കരുണയ്ക്കും അവിടുത്തെ ശക്തിക്കും കഴിയുമെന്നുള്ളതിനാൽ അവിടുത്തെ സർവ്വശക്തിക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എളിമയോടെ ഞങ്ങൾ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ കരങ്ങളിലെ മരുങ്ങുന്ന ശക്തിയുള്ള ഉപകരണങ്ങളാക്കി അവിടുന്ന് ഉപയോഗിക്കണമേ. എല്ലാ മഹത്വത്തോടെ എടുക്കണമേ. പുത്രൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.